അതെ, ഇന്നലെ ഉണ്ടല്ലോ, ഞാൻ ഇനി എന്ത് ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ കിട്ടിയത്. അന്നേരത്തേക്കിന് ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്ക് എന്തൊരു ബുദ്ധിയാണ്. പക്ഷേ ആ തോന്നലിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ചറപറ പേപ്പർ പൂക്കളം. എന്തായാലും ഐഡിയ വന്നു പോയില്ലേ, ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാനിത് സമർപ്പിക്കുന്നു, പേപ്പർ പൂക്കളം. അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുക, വട്ടത്തിൽ മുറിച്ചെടുക്കുക. കാർഡ്ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, പഴയ നോട്ടിൻ്റെ കവർ പേജ് ആണെങ്കിലും മതി. അതിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഇതേപോലത്തെ ഒരു പൂക്കളം വരച്ചെടുക്കുക. വളരെ സിമ്പിൾ മതി കേട്ടോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും എടുക്കണ്ട. അതിനുശേഷം തലേദിവസം കുതിർക്കാനിട്ട കുറച്ച് മുന്നേ കുതിർക്കാനിട്ട ടിഷ്യൂ പേപ്പർ എടുക്കുക, ഇതേപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഗമ്മിടുന്നു, പെയിൻറ്റ് ഒഴിക്കുന്നു, ചറപറ മിക്സ് ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ, പിന്നെയാണ് ഞാൻ ഓർത്തെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ സാരമില്ല, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമുക്ക് പൂക്കളത്തിൽ പൂക്കളിടാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഹെവി ടൂൾസ് കയ്യിൽ കരുതുക. ഞാനിവിടെ ഒരു സാമ്പ്രാണിയുടെ കമ്പാണ് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ല, എടുക്കാൻ മടിയായതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ടൂൾസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെക്കുക, അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള പ്രോസസ്സ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. മുഴുവനായിട്ട് ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ കണ്ട് ബോറടിക്കണ്ട. അല്ലാതെ എനിക്ക് മടിയായിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഫൈനൽ പൂക്കളത്തിൻ്റെ ഡിസൈൻ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. പൂക്കളമാണോ അതോ റീത്താണോ എന്നുള്ള കമൻ്റ് ഒന്നും ഇടരുത്. ചെറിയ കലാകാരിയെ എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു.